പ്രിയമുള്ളവരെ, യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ മധ്യേ യേശുനാഥൻ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിക്കുകയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ നിശ്വസിക്കുകയും അവർക്ക് പാപമോചനാധികാരിയെ നൽകുന്ന യേശുനാഥനെയാണ് ഇന്ന് സുവിശേഷത്തിലൂടെ നാം ധ്യാനിക്കുന്നത്. യഹൂദരെ പേടിച്ച് വാതിലടച്ചകത്തിരുന്ന ശിഷ്യന്മാർക്ക് ധൈര്യം നൽകുകയാണ് യേശുനാഥൻ. അവർ തനിച്ചല്ല, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടുകൂടെ എപ്പോഴുമുണ്ടെന്ന ബോധ്യമാണ് യേശു ശിഷ്യന്മാർക്ക് നൽകുന്നത്. പിതാവായ ദൈവത്തിലൂടെ പുത്രന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് അവർക്ക് പകർന്നു നൽകുകയാണ്. ശിഷ്യന്മാർക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് ഓരോ കുദാശകളിലൂടെയും നമ്മളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന ഈ കൃപകൾ നമ്മിൽ മാത്രം ഒതുക്കി നിർത്താതെ അത് നന്മ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്കും പകർന്നു നൽകാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇന്ന് തോമസ് അപ്പോസ്തലൻ്റെ വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ അനുഭവങ്ങളിലും എപ്പോഴും ഉണ്ടാകണമെന്ന് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സമാധാനം എന്നും നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അനുഭവിക്കാനുള്ള കൃപാവരങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് ആരംഭിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏക മനസ്സോടെ സോളമൻ്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറൂസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹ്റോൻ്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം, അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു.
വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്, നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെക്കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റേതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി 7 സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ. അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലതു കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും ജീവിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. തോമാ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇന്നത്തെ വചന വിചിന്തനം നമുക്കായി തയ്യാറാക്കിയിരിക്കുന്നത് റവറൻഡ് ഫാദർ തോമസ് കളത്തിൽ. കരുണാർദ്ര ദൈവം. ഉദ്ധാനത്തിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ
അവരുടെ കൂട്ടായ്മയിൽ തോമസ് ഇല്ല. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത് അതിനെപ്പറ്റിയാണ്. എല്ലാവരും പേടിച്ച് മറ്റുള്ളവരിൽ നിന്നും അകന്നു മാറി ജീവിച്ചപ്പോൾ എന്തുകൊണ്ട് തോമസ് മാത്രം പുറത്തുപോയി എന്നുള്ളത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. ന്യായീകരണങ്ങൾ പലതുമുണ്ടാകാം. എന്നാൽ അതുമൂലം തോമസിന് നഷ്ടമായത് അമൂല്യമായ ഒന്നായിരുന്നു. ഉദ്ധിതനായ യേശുവിനെ കാണുവാൻ അയാൾക്ക് സാധിക്കുന്നില്ല. ഭാഗ്യവശാൽ തോമസ് ഈ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അയാൾക്ക് മുൾപടർപ്പിൽ കുടുങ്ങിയ വഴിതെറ്റിയ ആടിനെപ്പോലെ, ജന്മാവകാശം നഷ്ടമാക്കിയ ധൂർത്തപുത്രനെപ്പോലെ ഒത്തിരി മുറിവുകളുണ്ട്. നഷ്ടമായതിനെപ്പറ്റിയുള്ള വേദനയും നിരാശയുമുണ്ട്. അതുകൊണ്ടാവാം അയാൾ കഠിനഹൃദയനാകുന്നത്. ഏതായാലും തോമസിന് ഭാഗ്യം ലഭിക്കുകയാണ്. അയാൾക്ക് യേശുവിൻ്റെ ഉദ്ധാനത്തിൽ പങ്കുകാരനാകുവാൻ സാധിക്കുന്നു. ഇവിടെ നമുക്ക് മറ്റൊരു നന്മയും കാണാം. നിരവധി വിവരണങ്ങളിലൂടെ യേശു ആരെന്ന് സുവിശേഷകന്മാർ പറയുവാൻ ശ്രമിച്ചത് ഒറ്റ വാക്യത്തിൽ ചുരുക്കുകയാണ് തോമസ്: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഉദ്ധിതനായ യേശുവിനെ അനുഭവിക്കുകയും ദൈവവും കർത്താവുമായി പ്രഘോഷിക്കുകയും ചെയ്യുന്ന ആ വചനഭാഗത്തോടെ യേശുവിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല എന്ന രീതിയിൽ യോഹന്നാൻ തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുകയാണ്. അതെ, ഇതിൽ കൂടുതൽ എന്തു പറയാൻ? നമ്മളും പലപ്പോഴും തോമസിനെ പോലെയാണ്. പ്രതീക്ഷിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ, ജീവിതത്തിൽ നിരാശയും വേദനകളും ഉണ്ടാകുമ്പോൾ, അഹംബോധത്തെ ആരെങ്കിലുമൊക്കെ മുറിപ്പെടുത്തുമ്പോൾ ദൈവത്തെയും കൂട്ടായ്മയെയും ഉപേക്ഷിക്കുവാൻ പലപ്പോഴും നാം ശ്രമിക്കാറുണ്ട്. സത്യത്തിൽ അത് വിപരീത ഫലമാണ് ഉളവാക്കുക. അവിടെയൊക്കെ നമുക്ക് സമചിത്തത ആവശ്യമാണ്. കൂട്ടായ്മയിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് യേശുവിൽ ശക്തരാകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. അത്തരം അമൂല്യ അവസരങ്ങളെ നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തോമസിനെപ്പോലെ ഏതെങ്കിലും കാരണത്താൽ സ്നേഹത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്നു പോയാൽ കരുണ നിറഞ്ഞ ദൈവഹൃദയത്തിലേക്ക് മടങ്ങി വരുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാം. അതുവഴി നന്മയിലും ദൈവാത്മാവിലും ശക്തിപ്പെടുവാനും ഹൃദയത്തിൽ തൊട്ടറിഞ്ഞ ദൈവത്തെ കരുണാർദ്രതയോടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ വചന വിചിന്തനം നമുക്കായി തയ്യാറാക്കിയത് റവറൻ ഫാദർ തോമസ് കളത്തിൽ. പ്രിയ സഹോദരരെ, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് വിശ്വാസപൂർവം നമ്മുടെ എല്ലാ നിയോഗങ്ങളും കാരുണ്യവാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ രൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ജെയിംസ് റാഫേൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവഹിതം തിരിച്ചറിഞ്ഞ് കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് സുദൃഢമായ തീരുമാനങ്ങളിലൂടെയും അനുകരണീയമായ ജീവിത മാതൃകകളിലൂടെയും സഭയെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവയായ ദൈവമേ, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. മാനുഷിക ബലഹീനതയാൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് ആത്മാർത്ഥമായി അനുദപിക്കുവാനും ദൈവകരുണ ആവോളം ആസ്വദിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെയും കരുതലിൻ്റെയും മുഖമായി മാറുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴം
ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് അങ്ങേ തിരുക്കുമാരൻ്റെ സംരക്ഷണത്തിനായി എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു, കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്നും അവിടുന്നാണ് ഏക രക്ഷകനെന്ന് ബോധ്യത്തിൽ ജീവിക്കുവാനും ക്രൈസ്തവ മൂല്യങ്ങൾക്കനുസൃതമായി തങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാനും ഓരോ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, സ്വന്തമായി ഒരു ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ യത്നിക്കുന്ന എല്ലാ മക്കളിലേക്കും കടബാധ്യതയാലും മറ്റ് കാരണങ്ങളാലും സർവ്വതും നഷ്ടപ്പെട്ടേക്കാമെന്ന അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. അവരുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കിക്കൊണ്ടും കടബാധ്യതകളിൽ നിന്ന് മോചനം നൽകിക്കൊണ്ടും അവരെ സമാശ്വാസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവൻ്റെ ഉറവിടമായ ദൈവമേ, മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത അങ്ങേ തിരുക്കുമാരൻ്റെ കാരുണ്യാതിരേകത്താൽ നിത്യതയിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയ്ക്കും മരണമടഞ്ഞ സകല വിശ്വാസികൾക്കും നിത്യജീവൻ പ്രദാനം ചെയ്യണമെന്നും അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ വിരുന്നിലേക്ക് അവരെ പ്രവേശിപ്പിക്കുവാൻ കനിവുണ്ടാകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഉദ്ധിതനായ അങ്ങേ പ്രിയപുത്രൻ്റെ മഹത്വത്താൽ പാപികളും ബലഹീനരുമായ ഞങ്ങളെ നവീകരിക്കുകയും സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ശക്തരാകുകയും ചെയ്യണമേ.